Hi, welcome you all for the neat content for the Super Kings batch. മക്കളെ നമ്മുടെ +2 സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ആദ്യത്തെ ബയോളജി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്. ദാറ്റ് ഇസ് ആപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. അപ്പോൾ എല്ലാവർക്കും അറിയാം എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താന്ന്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം വെജിറ്റേറ്റീവ് ആയിട്ടുള്ള പാർട്സ്, അത് റൂട്ട് ആവാം, സ്റ്റെം ആവാം, ലീഫ് ആവാം, ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നതല്ലേ യഥാർത്ഥത്തിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അങ്ങനെ ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ വേറൊരു രൂപമാണ് ആപ്പോമിക്സിസ്. അഥവാ എസെക്ഷൽ റീപ്രൊഡക്ഷന് പലപ്പോഴായി ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആപ്പോമിക്സിസ്. അതേസമയം നമ്മളിൽ ഇരട്ടക്കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് പോലെ പ്ലാന്റ്സിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നതാണ് പോളിഎംബ്രിയോണി. ഈ രണ്ട് കോൺസെപ്റ്റ് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ആപ്പോമിക്സിസ്, എന്താണ് പോളിഎംബ്രിയോണി, ഇതിന്റെ കാരണങ്ങൾ എന്ത്. അപ്പൊ നമുക്ക് ആദ്യം ആപ്പോമിക്സിസിലേക്ക് പോവാം. ആപ്പോമിക്സിസ് എന്ന് പറയുമ്പം എന്താണ് ആപ്പോമിക്സിസ്? അപ്പൊ ഞാൻ പറയും ആപ്പോമിക്സിസ് എന്ന് പറയുന്നത് എ ഫോം ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനോട് സാമ്യം കാണിക്കുന്ന ഒരു ടൈപ്പ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് യഥാർത്ഥത്തിൽ ആപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആപ്പോമിക്സിസിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം. യെസ്, അപ്പൊ ഇതാണ് ആപ്പോമിക്സിസിൽ സംഭവിക്കുക. നിങ്ങൾക്ക് കാണാം, ഇതൊരു പ്ലാന്റിന്റെ ഫ്ലവർ ആണ്. ആ ഫ്ലവർ സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയല്ലേ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുള്ളൂ. ഫ്ലവറിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ഫ്ലവറിൽ എന്താ സംഭവിക്കുക, ആദ്യം പോളിനേഷൻ നടക്കണം. പോളിനേഷൻ നടക്കുന്നതിന് മുമ്പ് മൈക്രോസ്പോറോജെനസിസും മെഗാസ്പോറോജെനസിസ് നടക്കണം. അതായത് മെയിൽ ഗമീറ്റ് ഉണ്ടാവണം, ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാവണം. എന്നിട്ടോ മെയിൽ ഗമീറ്റ് പോളൻ ഗ്രെയിനല്ലേ ഉണ്ടാക്കുക. ആ പോളൻ ഗ്രെയിൻ പോളിനേഷൻ വഴി ഈ ഫീമെയിൽ ഫ്ലവറിന്റെ മുകളിൽ വന്ന് വീഴണം. അങ്ങനെ ഫീമെയിൽ ഫ്ലവറിന്റെ മുകളിൽ വന്ന് പോളിനേഷൻ നടന്ന ശേഷം അത് ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടന്ന ശേഷം സീഡ് ഫോം ചെയ്യും. ആ സീഡിൽ നിന്നല്ലേ സാധാരണ പ്രൊപ്പഗേറ്റ് ചെയ്യുക. പക്ഷെ ഈ ചിത്രത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഇവിടെ ഫ്ലവർ പോളിനേഷൻ നടക്കാതെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്ലവറിൽ നിന്നും നേരിട്ട് എന്തുണ്ടാവാണ്, ജെർമിനേഷൻ നടക്കാണ്. അങ്ങനെ ചെറിയ അരികളിൽ നിന്നും ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറാണ്. എന്തായിട്ട് മാറാണ്, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറാണ്. ഈ ഒരു മെത്തേഡാണ് ആപ്പോമിക്സിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സീഡുകൾ ഉണ്ടാവുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സീഡ് ഉണ്ടാവും. എങ്ങനെ ഈ സീഡ് ഉണ്ടാവുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ? ഒരിക്കലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഫെർട്ടിലൈസേഷൻ നടക്കാതെ നേരിട്ട് സീഡ്സ് ഫോം ചെയ്യണം. അങ്ങനെ പോസിബിൾ ആവുമോ? പോസിബിൾ ആവും. പക്ഷെ എല്ലാ പ്ലാന്റ്സിലും ഇങ്ങനെ ഫ്ലവറിൽ നിന്നും നേരിട്ട് റീപ്രൊഡക്ഷൻ നടക്കാതെ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എല്ലാ പ്ലാന്റ്സിലും സീഡ് ഇങ്ങനെ ഉണ്ടാവില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റ്സിൽ, ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫാമിലീസിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോസസ് നടക്കുള്ളൂ. അപ്പൊ അത് ഏതാ എന്ന് അറിയണ്ടേ? അപ്പൊ ആപ്പോമിക്സിസ് നടക്കുക രണ്ട് ഫാമിലിയിലാണ്. ആ രണ്ട് ഫാമിലി ഏതാ എന്നുള്ളത് ഒന്ന് പറയാം. അപ്പൊ ആദ്യത്തത് ഏതാന്നുള്ളത് പറയാം. രണ്ടാമത്തെ നോക്ക്, ആദ്യത്തെ ഫാമിലിയാണ്, നോക്കൂ, ആസ്ട്രേസി. ആദ്യത്തെ ഫാമിലിയാണ് ആസ്ട്രേസി. ഇതാണ് ആദ്യത്തെ ഫാമിലി. ഈ ആസ്ട്രേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഫാമിലിയാണെന്നറിയോ? ആസ്ട്രേസി എന്ന് പറയുന്നത് സൺഫ്ലവറിന്റെ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ സൂര്യകാന്തിയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ സൺഫ്ലവർ ഫാമിലിയാണ്. സൺഫ്ലവറിലാണ് ഇങ്ങനെ വരുന്നത്. ഏത് കണ്ടീഷൻ? ഈ പറയുന്ന ആപ്പോമിക്സിസ് കഴിഞ്ഞില്ല, ഒരു ഫാമിലിയിലും കൂടെ ഇങ്ങനെ വരും. അതേത് ഫാമിലി? ആ ഫാമിലിയിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നോക്കാം. അതാണ് പോയേസിയ ഫാമിലി. പോയേസിയ ഫാമിലി. അപ്പൊ പോയേസിയ ഫാമിലി ഏതിലാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അത് നമ്മൾ പറയേണ്ടത് ഗ്രാസിന്റെ ഫ്ലവറിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഗ്രാസ് ഫ്ലവറിൽ നിന്നും ഉണ്ടാവും. അതാണ് എന്ത്, നമ്മുടെ പോയേസിയന്റെ പ്രത്യേകത. ഈ രണ്ട് ഫാമിലിയിലാണ്
ആപ്പോമിക്സിസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ആപ്പോമിക്സിന്റെ ഡെഫിനിഷൻ നോക്കണ്ടേ? വേണം. ആപ്പോമിക്സിന്റെ ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിലാക്കാം. ഇതിന്റെ ഡെഫിനിഷൻ നോക്ക്. ആപ്പോമിക്സിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയാം, ഇതൊരു മോഡിഫൈഡ് ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അവിടെ സീഡുകൾ ഉണ്ടാവുകയാണ്. എങ്ങനെ സീഡ്സ് ആർ ഫോം? വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ ഇല്ലാതെ, ഗാമെറ്റിക് ഫ്യൂഷൻ നടക്കാതെ സീഡ്സ് ഫോം ചെയ്യാണ്. ഓക്കെ, അതേസമയം സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പക്ഷെ നേരിട്ട് സീഡ്സ് ഉണ്ടാവുകയാണ്. അപ്പൊ അത് ഏത് ഫാമിലിയിലാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പോവാണ്. ഏത് ഫാമിലിയിലാണ് ഇങ്ങനെ നടക്കുന്നത്? സ്പീഷീസ് ഓഫ് ആസ്ട്രേസിയെ, സൺഫ്ലവർ ഫാമിലി. അതേപോലെ തന്നെ ഗ്രാസസിന്റെ ഫാമിലി ഏതാന്നാ പറഞ്ഞത്? പോയേസിയ ഫാമിലി. ഈ രണ്ട് ഫാമിലി, ഒന്ന് ആസ്ട്രേസിയ ഫാമിലി, ഒന്ന് പോയേസിയ ഫാമിലി, ഇതിൽ രണ്ടിലുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആപ്പോമിക്സിസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഓർഗാൻസത്തിന് നമ്മൾ വിളിക്കുന്ന പേര് നോക്ക്, ആപ്പോമിക്റ്റ്. എന്ത് വഴി? ആപ്പോമിക്സിസ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റിനെ നമ്മൾ എന്ത് വിളിക്കാം? ആപ്പോമിക്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ ആ ഒരു ടേം നിങ്ങൾ ഇനി മറക്കരുത്. ഏത് ഓർഗാനിസം ആണോ ആപ്പോമിക്സിസ് വഴി ഉണ്ടാവുന്നത് അതിനെ ആപ്പോമിക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്ക്, ആപ്പോമിക്സിസ് എന്ന് പറയുന്നത് is a form of asexual reproduction that mimics sexual reproduction. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനോട് ഒരു സിമിലാരിറ്റി കാണിക്കും. അതെങ്ങനെയാ സെക്ഷൽ റീപ്രൊഡക്ഷനോട് സിമിലാരിറ്റി കാണിക്കുക? കാരണം സീഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ സീഡ്സ് ഫോം ചെയ്യുന്നതുകൊണ്ട് സിമിലാരിറ്റി ഉണ്ടാവൂ? യെസ്, സിമിലാരിറ്റി ഉണ്ടാവും. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റ് അല്ലേ സീഡുകൾ എന്ന് പറയുന്നത്. am I right? ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റ് ആണ് സീഡ്സ്. ആ സീഡ് ഒരു അസെക്ഷൽ ഫോമിൽ ഫോം ചെയ്യുന്നതല്ലേ ആപ്പോമിക്സിസ്. സോ ആപ്പോമിക്സിസ് എന്ന് പറയുന്നത് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഷോസ് സിമിലാരിറ്റി, ദാറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇസ് ഇറ്റ് ഓക്കെ? യെസ്. അപ്പൊ അത് പെർഫെക്റ്റ്ലി ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ ഈ ആപ്പോമിക്സിന്റെ ഇമ്പോർട്ടൻസ് അറിയണ്ടേ, സിഗ്നിഫിക്കൻസ് അറിയണ്ടേ? വേണം. ആപ്പോമിക്സിസ് കൊണ്ട് എന്താണ് ഗുണങ്ങൾ? അപ്പൊ ആ സിഗ്നിഫിക്കൻസിലേക്ക് ഞാൻ പോവാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആപ്പോമിക്സിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ്സ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. ഹൈബ്രിഡ് സീഡ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സാധാരണ ഒരു ഹൈബ്രിഡ് സീഡ്സിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നെവർ. ഇറ്റ്സ് ഇമ്പോസിബിൾ. അതെന്താ ഇമ്പോസിബിൾ എന്ന് പറയാൻ കാരണം, സാധാരണ ആപ്പോമിക്സിൽ നോക്കൂ, ഇപ്പം രണ്ട് പ്ലാന്റ്സ് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ദാ ഇവിടെ ഒരു പ്ലാന്റ് കാണിച്ചു, അതേപോലെ തന്നെ ഇവിടെയും ഒരു പ്ലാന്റ് കാണിച്ചു. ഇങ്ങനെ രണ്ട് പ്ലാന്റ് ഞാൻ കാണിക്കുകയാണ്. ഈ രണ്ട് പ്ലാന്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്, ഫെർട്ടിലൈസേഷൻ നടത്തുകയാണ്. രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനെ ഞാൻ ക്രോസ് ഫെർട്ടിലൈസേഷൻ നടത്തി. അങ്ങനെ ക്രോസ് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന സമയത്ത് ഫാദർ പാരന്റ് നോക്കൂ, ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ ആയിട്ട് സങ്കല്പിക്കുക. ഇത് മദർ പാരന്റ്. അപ്പൊ ഒന്ന് ഫാദർ പാരന്റ്, ഒന്ന് മദർ പാരന്റ്. ഉണ്ടായ ഹൈബ്രിഡ് പ്ലാന്റ് ആരുടെ ക്യാരക്ടറാ വരിക? ഫാദർ പാരന്റ് ക്യാരക്ടർ ആണോ വരിക, അതോ മദർ പാരന്റ് ക്യാരക്ടർ ആണോ വരിക? രണ്ടുപേരുടെയും ക്യാരക്ടർ മിക്സ് ചെയ്തിട്ടല്ലേ വരിക? isn't it? സാധാരണ ഒരു ക്രോസ് ഫെർട്ടിലൈസേഷനിൽ, സാധാരണ ഒരു ഹൈബ്രിഡ് സീഡ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എന്താ സംഭവിക്കുക? അവിടെ രണ്ടുപേരുടെ ക്യാരക്ടറും വരൂലേ? അതല്ലേ ഹൈബ്രിഡിന്റെ പ്രത്യേകത? യെസ്. ഇനി ഞാൻ പറയാണ്, ഫാദർ പാരന്റിന്റെ ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് ആണ്. മദർ പാരന്റിന്റെ ക്യാരക്ടർ വളരെ നമുക്ക് അത്യാവശ്യമല്ലാത്ത ക്യാരക്ടേഴ്സ് കുറെ ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ആവുമ്പം നമുക്കിഷ്ടമില്ലാത്ത ക്യാരക്ടേഴ്സ് വന്നാലോ നമുക്കത് ആവശ്യമില്ലാതായി പോയില്ലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോസിങ് ഒഴിവാക്കും. നമ്മൾ ഫാദർ പാരന്റിന്റെ ക്യാരക്ടർ മാത്രം മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫാദർ പാരന്റിന്റെ ക്യാരക്ടർ മാത്രം മതിയെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കും. മദർ പാരന്റ് ക്യാരക്ടർ ആണ് വേണ്ടെങ്കിൽ നമ്മൾ മദർ പാരന്റ് ക്യാരക്ടർ നേരിട്ടെടുക്കും. കണ്ടോ? അപ്പൊ ഫാദർ പാരന്റ് എന്ത് ചെയ്യും?
ആപ്പോമിക്സിസ് നടത്തും. അപ്പൊ ഫാദർ പാരന്റിനെ ആപ്പോമിക്സിസ് നടത്തുമ്പം ഫാദർ പാരന്റ് അതേ ക്യാരക്ടേഴ്സ് ഈ ഹൈബ്രിഡിലും കൂടെ വന്നില്ലേ? അപ്പൊ മിക്സിംഗ് നടന്നോ? ഇല്ല. മിക്സിംഗ് നടക്കുമ്പോഴല്ലേ എപ്പോഴും സെഗ്രിഗേഷൻ വരിക. ഇവിടെ മിക്സിംഗ് നടന്നില്ല. ഫാദർ പാരന്റിൽ നിന്നും നേരിട്ട് ഹൈബ്രിഡിലേക്ക് ക്യാരക്ടർ വരികയാണ്. അപ്പൊ ദർ ഇസ് നോ മിക്സിംഗ്, ദർ ഇസ് നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് നോക്ക്. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ്സ് വിത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്ക്, ഇറ്റ് പ്രൊഡ്യൂസ് സീഡ്സ് സിമിലർ ടു ദ പാരന്റ് പ്ലാൻ. അപ്പൊ പാരന്റിന്റെ അതേപോലത്തെ ക്യാരക്ടർ നമ്മൾ ഫോം ചെയ്യാണ്. അപ്പൊ ദർ ഇസ് നോ ചേഞ്ച്. മൂന്നാമത്തെ നോക്ക്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രിസർവേഷൻ ഓഫ് superior characters over generations. കണ്ടോ, superior characters over generations. അപ്പൊ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഏത് ബെസ്റ്റ് പാരന്റിന്റെ ക്യാരക്ടർ ആണോ നമുക്ക് കിട്ടുക, അത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അതേ ക്യാരക്ടർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, ഇപ്പം മനുഷ്യന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് 6 feet ആണ് ഹൈറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എനിക്ക് ഹൈറ്റ് എൻ്റെ അടുത്ത തലമുറയിലേക്കും കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പം ഞാൻ ഹൈറ്റ് കുറഞ്ഞ ഒരാളെയാണ് മാരി ചെയ്യുന്നത്. അപ്പൊ എനിക്കുണ്ടാവുന്ന കുഞ്ഞ് ചിലപ്പോൾ ഹൈറ്റ് വെക്കാം, ചിലപ്പോൾ ഹൈറ്റ് വെക്കാതിരിക്കാം. അത് ആരാണ്, ഏത് ജീനാണ് ഡോമിനന്റിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അതേസമയം ഞാനൊരു പ്ലാന്റ് ആണ്, എന്നെ ആപ്പോമിക്സിസ് നടത്തി, എൻ്റെ അതേ ക്യാരക്ടർ എൻ്റെ കുഞ്ഞിലും ഉണ്ടായില്ലേ? അപ്പൊ അതേ ക്യാരക്ടർ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ നമുക്ക് റീറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇത് എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. ഏത് കാര്യം? ഇറ്റ് ഇസ് കോസ്റ്റ് ഇഫക്റ്റീവ്. എന്നും ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി സമയം കളയേണ്ട, സാമ്പത്തിക നഷ്ടം നടത്തേണ്ട. അതേപോലെ ടൈം എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്. കണ്ടോ, ഒരു ഹൈബ്രിഡ് സീഡ്സിനെ ഉണ്ടാക്കാൻ എന്തുമാത്രം സമയം നമുക്ക് ചെലവഴിക്കും. ആപ്പോപിക്സിസ് വഴി ഡയറക്റ്റ് ആയിട്ട് അസെക്ഷൽ ആയിട്ടുള്ള മെത്തേഡ് വഴി സീഡ്സ് നേരിട്ട് ഉണ്ടാവുകയാണെങ്കിൽ സമയം ലാഭിക്കാം, കാശും ലാഭിക്കാം. സോ ആപ്പോമിക്സിസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കോൺസെപ്റ്റും കൂടെ അറിയണം. അതാണ് പോളി എംബ്രിയോണി. നമുക്ക് ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ ഒരൊറ്റ പ്രസവത്തിൽ ഉണ്ടാവുന്നത് പോലെയാണ് ഒരു സീഡിൽ നിന്നും ഒന്നിൽ കൂടുതൽ തൈ ഉണ്ടാവുന്നതിനെയാണ് പോളി എംബ്രിയോണി. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്നറിയണം. അതിന്റെ റീസൺ എന്താ എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ ഡെഫിനിഷൻ നോക്ക്. ഡെഫിനിഷൻ ഇതാണ്: ഒക്കറൻസ് ഓഫ് മോർ ദാൻ one embryo in a seed. കണ്ട, occurrence of more than one embryo in a seed. ഒരു സീഡിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുമെങ്കിൽ അതാണ് പോളി എംബ്രിയോണി, പോളിഫോമിനി. ഓക്കെ, ഈ ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ എവിടെയാണ്, എപ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുക? അപ്പൊ അതും കൂടി ഒന്ന് നോക്ക്. ചില പ്ലാൻ വെറൈറ്റീസിൽ ഒരു കാര്യം സംഭവിക്കും. ന്യൂസെല്ലസിന്റെ ന്യൂസെല്ലാ സെൽസ്, എംബ്രിയോസാക്കിനെ സറൗണ്ട് ചെയ്യുന്ന ന്യൂസെല്ലസിന്റെ സെല്ല് എന്ത് സംഭവിക്കും? ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതെന്ത് ചെയ്യും? പ്രൊട്രൂഡ് ചെയ്യും. എവിടേക്ക് പ്രൊട്രൂഡ് ചെയ്യും? എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങും ആൻഡ് ഡെവലപ്പ് ഇൻ ടു ദ എംബ്രിയോ. കണ്ടോ, അപ്പൊ ന്യൂസെല്ലസ് എംബ്രിയോസാക്കിനെ സറൗണ്ട് ചെയ്യുന്ന ഇത് എംബ്രിയോസാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ എംബ്രിയോസാക്കിനെ സറൗണ്ട് ചെയ്യുന്ന ന്യൂസെല്ലസ് അതൊരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂ എന്ത് സംഭവിക്കും? ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിവിഷൻ ആരംഭിച്ച് സ്ലോലി എങ്ങോട്ടേക്ക് ഇറങ്ങി? ഈ പറയുന്ന എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് ജേർമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അത് എംബ്രിയോ ആയിട്ട് മാറി. ഇനി വേണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം: ഒന്നിൽ കൂടുതൽ പോളൻ ട്യൂബ് വന്നാലും ഒന്നിൽ കൂടുതൽ എംബ്രിയോ ആവാം. ഇനി എക്സലിന് പുറമെ സാധാരണ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ എക്സൽ ഉണ്ടാവും. ആ എക്സലിന്റെ 2 വശത്തുമായിട്ട് സൈനർജിറ്റ്സ് കാണാം. ഓക്കെ, 2 വശത്തുമായിട്ട് സൈനർജിറ്റ്സ് കാണാം. ആ സൈനർജിറ്റ്സ് വേണമെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സീഡിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളി എംബ്രിയോണി. ആൻഡ് റിസൾട്ട്സ് ഇൻ the formation of many embryo. That's it. ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഏതിലാന്നറിയോ? സിട്രസിലാണ്. അപ്പൊ സിട്രസ് പ്ലാന്റിലാണ് ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. അതിന് പുറമെ ഏതിലും കൂടെ കാണാം? മാംഗോയിൽ കാണാം,
ഓറഞ്ചിൽ കാണാം. സിട്രസിൽ ആദ്യമായിട്ട് അത് ഡിസ്കവർ ചെയ്ത ആളുടെ പേരും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആരാന്നറിയോ? ആന്റൺ വോൺ ലീവൻ ഹുക്ക്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്ത്. ആന്റൺ വോൺ ലീവൻ ഹുക്ക് ഇദ്ദേഹമാണല്ലേ ബാക്ടീരിയ ആദ്യമായി ഐഡന്റിഫൈ ചെയ്തത്. അതേ ലീവൻ ഹുക്കാണ് സിട്രസ് പ്ലാന്റിൽ പോളി എംബ്രിയോണി ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് കിട്ടി. ഏതിന്റെ കോൺസെപ്റ്റ്? പോളി എംബ്രിയോണി എന്താ എന്നും അതേപോലെ തന്നെ ആപ്പോമിക്സിസ് എന്താ എന്നതിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്, വൈ നോട്ട്. ആദ്യം നോക്കാം. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ്. ഇപ്പൊ സീഡ് ഉണ്ടാവുകയാണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നേ ഇല്ല. ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഈ ഒരു ഫിനോമിനല്ലേ ആപ്പോമിക്സിസ് എന്ന് പറയുന്നത്. സോ 3 is the right answer. ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ആപ്പോമിക്സിസ് എന്താ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആപ്പോമിക്സിന്റെ ഡെഫിനിഷൻ പഠിച്ച നമുക്ക് ഇതൊരു ബുദ്ധിമുട്ട് വരുമോ? ഇല്ല. നോക്ക്, ഫോർമേഷൻ ഓഫ് സീഡ്സ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. ഗാമറ്റിക് ഫ്യൂഷൻ വഴിയാണോ ആപ്പോമിക്സിസ് നടക്കുന്നത്? ഒരിക്കലുമില്ല. രണ്ടാമത്തെ നോക്ക്, ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് സിംഗമി ആൻഡ് മിയോസിസ്. അതായത് മിയോസിസ് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷനെ വിളിക്കുന്ന പേരല്ലേ സിംഗമി. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. യെസ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്ത് സിംഗമി. ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ? നെവർ, ദർ ഇസ് നോ ഫെർട്ടിലൈസേഷൻ. അപ്പൊ അത് തെറ്റല്ലേ? നൺ ഓഫ് ദി അബവും ഇല്ലല്ലോ. സോ ദ റൈറ്റ് ആൻസർ goes to 2. Formation of seed without syngamy and meiosis. That is the right answer. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. What is common between vegetative reproduction and apomixis? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ മറ്റൊരു ഫോം ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞ സമയത്ത് ആപ്പോമിക്സിസിനെ അതിന് പകരമായിട്ട് ഉപയോഗിക്കാം എന്നും പറഞ്ഞിരുന്നു. പക്ഷെ എന്താ ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള കാര്യം? അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിലെത്തുമ്പോൾ അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഈ പറയുന്ന ആപ്പോമിക്സിസും തമ്മിലുള്ള ഒരു കോമൺ സിമിലാരിറ്റി എന്താ? ബോത്ത് പ്രൊഡ്യൂസ് പ്രോജനി ഐഡന്റിക്കൽ ടു ദ പാരന്റ് ആണോ? യെസ്, ഐഡന്റിക്കൽ ആണ്. മറ്റൊരു ഓപ്ഷൻ നോക്ക്. ബോത്ത് ആർ അപ്ലിക്കബിൾ ടു ഡൈക്കോട്ട് പ്ലാന്റ്സിൽ മാത്രമാണോ? അല്ല. പോയേസി എന്ന് പറയുന്ന ഗ്രാസ് ഫാമിലി അത് മോണോക്കോട്ട് അല്ലേ? അടുത്ത് നോക്ക്. ബോത്ത് ബൈപ്പാസ് ദ ഫ്ലവറിംഗ് ഫേസ്. രണ്ടു പേർക്കും ഫ്ലവറിൽ നിന്ന് ഉണ്ടാവാം, അതുമല്ല. നോക്ക്, ബോത്ത് ഒക്കെ റൗണ്ട് ദ ഇയർ. അങ്ങനെ ഒരിക്കൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. സോ ദ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ബോത്ത് പ്രൊഡ്യൂസ് പ്രോജനി. അതായത് ഐഡന്റിക്കൽ ജെനറ്റിക് കോംപ്ലിമെന്റ് ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ദർ ഇസ് നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടർ, ഐഡന്റിക്കൽ ടു ദ പാരന്റ് പ്ലാന്റ്. ശരിയല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പോളി എംബ്രിയോണി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് പ്ലാന്റിലാണ്? അത് വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്രാസസിൽ ഇത് സംഭവിക്കും, പക്ഷെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഇതിലാണോ? അല്ല. സിട്രസിലല്ലേ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? യെസ്, ദാറ്റ്സ് ഇറ്റ്. അണിയനിൽ ഇത് സംഭവിക്കും, ഗ്രൗണ്ട് നട്ടിലൊക്കെ ഇത് സംഭവിക്കാം, പക്ഷെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് സിട്രസ് പ്ലാന്റിലാണ്. അതും ആരാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ആളുടെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. നമ്മുടെ സ്വന്തം ആന്റൺ വോൺ ലീവൻ ഹുക്ക്. ഇദ്ദേഹമല്ലേ ആദ്യമായിട്ട് ഇത് ചെയ്തു തന്നത്? ശരിയല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not connected with polyembryony? താഴെ പറയുന്നതിൽ നോട്ട് കണക്റ്റഡ് വിത്ത് പോളിഎംബ്രിയോണി. പോളിഎംബ്രിയോണി ആയിട്ട് ഒരു ബന്ധവുമില്ലാത്തത് സിട്രസിലാണ് ആദ്യം കണ്ടെത്തിയത്. അപ്പൊ ബന്ധമുണ്ട്. നോക്ക്, മാംഗോ എന്ന് പറയുന്നത് പോളിഎംബ്രിയോണി നടക്കും, അതിന്റെ എക്സാമ്പിൾ ആണ്. കോക്കനട്ടിൽ പോളിഎംബ്രിയോണി നടക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിൽക്കട്ടെ. ഓറഞ്ച് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ അതും പോളിഎംബ്രിയോണിയിൽ വരുന്നതല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ കോക്കനട്ടിൽ പോളിഎംബ്രിയോണിയുടെ കേസ് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ കോക്കനട്ട് ഇതിൽ വെക്കാൻ പറ്റുമോ? നെവർ. അപ്പൊ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ മക്കളെ, രണ്ട് കോൺസെപ്റ്റ് ഇന്ന് നമ്മൾ അതിഗംഭീരമായിട്ട് പഠിച്ചു. ആപ്പോമിക്സിസും പോളിഎംബ്രിയോണിയും. ആപ്പോമിക്സിസ് എന്ന് പറയുന്നത്
വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം പലർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ, സാധാരണ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒക്കെയാണ് മുറിച്ച് കുഴിച്ചിടുക, അതല്ലേ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇവിടെ ഫ്ലവറിൽ നിന്നും നേരിട്ട് സീഡ്സ് ഫോം ചെയ്യാണ്. അത് പക്ഷേ എല്ലാ പ്ലാന്റ്സിലും നടക്കില്ല, 1 or 2 ഫാമിലിയിൽ മാത്രം, എസ്പെഷ്യലി ആസ്ട്രേസിയ സൺഫ്ലവർ ഫാമിലി, പൊയേസിയ ഗ്രാസ് ഫാമിലി. അതേപോലെ പോളി എംബ്രിയോണി എന്താ, ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതാണ് പോളി എംബ്രിയോണി. അതിന് ഒരുപാട് കാരണങ്ങളാവാം. ഒന്നെങ്കിൽ നമ്മുടെ പോളൻ ട്യൂബ് ഒന്നിലധികം വരാം, അതല്ലെങ്കിൽ എക്സെല്ലിന് പുറമെയുള്ള സെല്ലുകൾ എംബ്രിയോ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ന്യൂ സെല്ലസ് ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കോൺസെപ്റ്റ് ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ എവറിത്തിങ് ഓക്കെ ആണെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, സോ താങ്ക് യു, ബൈ ബൈ, സി യു. ഓക്കെ.